കൺവീനർക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. മുന്നണിയുടെ അഭിപ്രായം എന്നുള്ളത് വളരെ കൃത്യമായ നിലയിൽ അത് പ്രഖ്യാപിക്കും. അത് ഉടനെ തന്നെ ഉണ്ടാകും. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സിന് കണ്ടില്ല. കാണാത്ത കാര്യം എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഏതിനെക്കുറിച്ചാണ്? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, UDFൻ്റെ ഒരു നയം ഇക്കാര്യത്തിലുണ്ടാകും. ഒരു ഏകാഭിപ്രായമായിരിക്കും. ആ ഏകാഭിപ്രായം പ്രഖ്യാപിക്കും. അതിനനുസരിച്ച് മുന്നണി മുമ്പോട്ട് പോകും, ഗവൺമെൻറ് മുമ്പോട്ട് പോകും. ഓണക്കാലത്ത് ഒരു ഇഷ്യൂസ് ഉണ്ടാവാത്ത നിലയിൽ ഞാനത് കഴിഞ്ഞ ദിവസം എൻ്റെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത്. NIC എൻ്റെ ഒപ്പം തന്നെ എൻ്റെ IT വിങ്ങുകളെല്ലാം ഞാൻ വിളിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സമഗ്രമായ മാറ്റം ആ മേഖലയിൽ ആവശ്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം 2 പ്രാവശ്യം ഈ പരാതി വന്നു. കഴിഞ്ഞ 2025-ലും 26 ജനുവരിയിലൊക്കെ ധാരാളം ഇതിൻ്റെ ഇൻസ്റ്റൻസസ് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ രീതിയിലും അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ നൽകിയൊരു പ്രാഥമികമായി അവർ നൽകിയൊരു വിവരം വെച്ച് അതിൻ്റെ അപ്ഗ്രഡേഷൻ അനിവാര്യമാണ്. അപ്പോൾ ഓണം കഴിഞ്ഞ് അതിലേക്കുള്ള നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങും. ഓണക്കാലത്ത് മറ്റ് തകരാറുകൾ നെറ്റ്വർക്കിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും വിളിച്ച് വിവിധ സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെയുണ്ട്. ഇപ്പോൾ വോഡാഫോൺ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ നെറ്റ്വർക്കിംഗ് സിസ്റ്റംസിനെയും വിളിച്ച് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും മോണിറ്റർ ചെയ്യാനും സിവിൽ സപ്ലൈസ് കമ്മീഷണർക്കും സിവിൽ സപ്ലൈസ് സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സിസ്റ്റം കംപ്ലീറ്റ് അപ്ഗ്രഡേഷൻ ആവശ്യമാണ്. അത് ഓണം കഴിഞ്ഞ് അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. ഞാനത് കൃത്യമായി നോക്കിയിരുന്നു. അതൊരു എഫക്റ്റീവായ നിലയിൽ അത് ഇപ്പോൾ പോകുന്നില്ല. അതിനകത്ത് മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ എന്നാൽ ആ സ്കീം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ റേഷൻ വ്യാപാരികളുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് അവർക്ക് കൂടി കുറച്ചുകൂടെ ഒരു വയബിൾ ആവാൻ വേണ്ടിയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ സ്കീം കൊണ്ടുവന്നത്. ആശയം നല്ലതാണ്, പക്ഷേ അതിൻ്റെ പദ്ധതി വേണ്ടത്ര ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ചെറിയ അഴിച്ചുപണികൾ നടത്തി ആ പദ്ധതി കുറച്ചുകൂടെ ഭംഗിയായി കൊണ്ടുപോകണമെന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇതിൽ ആസ് ഓഫ് നൗ എറണാകുളത്താണ് അതിന് വേണ്ടിയുള്ള പൈലറ്റ്. സെപ്റ്റംബറിൽ അവിടെ തുടങ്ങും. അത് കഴിഞ്ഞ് കാലിക്കറ്റ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങൾ കൊണ്ടുവരും. കൺവീനിയൻസ് സ്റ്റോർ, സപ്ലൈകോയുടെ കൺവീനിയൻസ് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്റ്റോറുകൾ, അതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതൊരു മാർക്കറ്റിങ്ങിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, മാവേലി സ്റ്റോർ എന്നുള്ളത് ഇനി സൂപ്പർ സ്റ്റോഴ്സ് ആവുകയാണ്. ഓവർ കൗണ്ടർ വിൽപ്പനയില്ല. നമുക്ക് കയറി വന്ന് സാധനങ്ങൾ വാങ്ങാം. കൺസ്യൂമേഴ്സിൻ്റെ ചിന്തകൾ മാറും. അല്ലല്ല, ഇതിനു വേണ്ടി മാത്രമേ ഉള്ളൂ. എല്ലാ സ്റ്റോറുകളിലും ഇല്ല. ഈ കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറയുന്നതിൽ മാത്രമേ 24 മണിക്കൂറുള്ളൂ. മാവേലി സ്റ്റോറൊക്കെ പഴയ രീതിയിൽ തന്നെ പോകും. മീൻസ് സപ്ലൈ എല്ലാ ജില്ലയിലും കൊണ്ടുവരും. എല്ലാ ജില്ലയിലും നല്ല എല്ലാ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിലേക്കും കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് ആദ്യത്തെ ഭാഗം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. തുടക്കം എറണാകുളത്ത് വൈറ്റില ഹബ്ബിൽ സെപ്റ്റംബറിൽ അതിൻ്റെ ആരംഭം കുറിക്കും. അത് 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണത്. കൺവീനിയൻസ് സ്റ്റോഴ്സ് അത് നമുക്ക് FMCG പ്രോഡക്ട്സ് ഉൾപ്പെടെ എല്ലാം അവിടെ ലഭ്യമാക്കുന്ന നിലയിലാണ് ഉദ്ദേശിക്കുന്നത്. സപ്ലൈകോയ്ക്ക് ഒരു അധിക വരുമാനവും കൂടി കൊണ്ടുവരാൻ കഴിയുന്ന നിലയിലാണ് ആ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത്. സപ്ലൈകോയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റണം. ഞാൻ പലപ്പോഴും മാധ്യമങ്ങളോട് അത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അതിൻ്റെ 1600ഓളം ശൃംഖലയുള്ള വലിയ നെറ്റ്വർക്കാണ് സപ്ലൈകോ. അതിന് സ്വയം ലാഭകരമാക്കി എടുക്കാൻ കഴിയും. അതനുസരിച്ച് അതിൻ്റെ വിൽപ്പനയുടെ പദ്ധതികൾക്ക് മാറ്റം വരണം. കൂടുതൽ വിൽപ്പന നടത്താൻ കഴിയണം. പരസ്യ വരുമാനം ഉണ്ടാക്കാൻ കഴിയണം. പക്ഷെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന അധിക ഇൻകം ഉപയോഗിക്കാൻ പോകുന്നത് സബ്സിഡി സാധനങ്ങളിലേക്ക് തന്നെ ആയിരിക്കും. 13 സബ്സിഡി സാധനം കൊടുക്കുന്നത് അതിനു വേണ്ടിയുള്ള ബാക്കപ്പിലായിരിക്കും ഈ പറയുന്ന എല്ലാ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ലാഭം എല്ലാം കൊണ്ടുവരാൻ പോകുന്നത്. ഒരു സ്വയം പര്യാപ്തതയിലേക്ക് മെല്ലെ മെല്ലെ സപ്ലൈകോയെ എത്തിക്കാൻ കഴിയത്തക്ക നിലയിലാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. എന്തോ ഉണ്ട്, ഇപ്പോൾ തന്നെ ഉള്ളവരുണ്ട്. അവർക്ക് കൂടുതൽ വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾ തന്നെ അവരെ സമീപിക്കുന്നുണ്ട്. കൂടുതൽ FMCG പ്രൊഡക്ട്സ് കമ്പനികൾ വരാൻ വേണ്ടി. അതും ഇതിൻ്റെ അകത്തുണ്ട്. സ്പേസ് മാർക്കറ്റിംഗ് ഉണ്ട്. സ്പേസ് മാർക്കറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നല്ലൊരു റവന്യൂ ജനറേഷൻ നമുക്ക് സാധിക്കുന്ന ഒന്നാണ്. അതിനുവേണ്ടിയും ഞാനീ പറയുന്നതിനകത്ത് അതും ഉൾപ്പെട്ടാണ് വരുന്നത്. അങ്ങനെ വിവിധ പദ്ധതികളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്.
അടുത്തൊരു 1 ഇയറിനുള്ളിൽ എല്ലായിടത്തും എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വർഷം കൊണ്ട് അത് ആരംഭം കുറിക്കണം. മെട്രോ നഗരങ്ങൾ ആദ്യത്തെ ഫേസിൽ തന്നെ ഉണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, വെയിങ് സ്കെയിൽ മെഷീൻ ഈ ഇയറിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പൂർത്തിയാക്കി. ഞാൻ വന്നപ്പോൾ ആദ്യത്തെ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ഫയൽ അതായിരുന്നു. വളരെ വേഗതയിൽ തന്നെ ഞാനത് തീരുമാനം എടുത്തു. അത് കഴിഞ്ഞൊരു 2 വർഷമായിട്ട് പെൻഡിങ്ങിൽ കിടക്കുമായിരുന്നു. ഞാൻ ആദ്യം തന്നെ വേഗതയിൽ തീരുമാനം എടുത്തു. അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തിയായി. എനിക്ക് തോന്നുന്നു ഈ കലണ്ടർ ഇയറിൽ തന്നെ നമുക്കത് ആരംഭം കുറിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒഴിവാവും. ഇല്ല, അവർക്ക് കൊടുത്തു. അവർക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻറ്റൻറ്റ് നൽകിയതനുസരിച്ച് ഉള്ള ഗ്രെയിൻസ് സിവിൽ സപ്ലൈസ് വകുപ്പ് അവർക്ക് കൈമാറിയിട്ടുണ്ട്.